തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി BJP വന്നു. അവർ 51 സീറ്റ് പിടിച്ചു. ഇനി എന്താണ് കോർപ്പറേഷനിൽ ചെയ്യാൻ പോകുന്നത്? ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ ചില പ്രോജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. ഇതിലൊക്കെ തന്നെയായിരിക്കും ഓടുന്നത്. ഇതിൽ ചില പ്രോജക്റ്റൊക്കെ രാജേഷ് ആൾറെഡി വരികൾക്കിടയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വേണ്ടത്ര ഒരു പ്രചാരം കിട്ടിയിട്ടില്ല. ചിലതൊക്കെ ഞങ്ങളുടേതായ നിർദ്ദേശവും കണ്ടുപിടുത്തുള്ളൂ. എന്തായാലും 10 പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ കോർപ്പറേഷന്റെ രാജേഷ് അനൗൺസ് മീൻസ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തല്ല, വരികൾക്കിടയിൽ പത്രപ്രവർത്തകരോട് ബൈറ്റായിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു. ഒന്നാമത്തത് സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. സ്പിരിച്വൽ ടൂറിസത്തിന് പ്രാധാന്യം നൽകാനുള്ള കാരണം തിരുവനന്തപുരം നഗരസഭയും തിരുവനന്തപുരത്തിലെ സബർബ് ഏരിയയുമായിട്ട് വലിയ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് സ്പിരിച്വൽ ടൂറിസത്തിന്റെ ഭാഗമായി വന്നു പോകുന്നത്. ഒന്ന്, നമ്മുടെ ചെങ്കൽ ഉള്ള മഹാശിവലിംഗം കാണാൻ വലിയ റഷാണ്. അപ്പൊ ചെങ്കൽ മഹാശിവലിംഗം, ആ ക്ഷേത്രം, ചെങ്കൽ ക്ഷേത്രം, അത് കഴിഞ്ഞാൽ ആഴിമല, പിന്നെ വലിയ ജനത്തിരക്കുള്ള അമ്പലമാണ്. ആഴിമലയിൽ പോയി അത് ടൂറിസം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ആളുകൾ പോകുന്നവരാണ്. അപ്പോൾ ആഴിമല, ചെങ്കൽ നേരെ വരുമ്പോൾ ഇനി പത്മനാഭപുരം കൊട്ടാരം കൂടെ എടുക്കാം, പക്ഷെ അത് കോർപ്പറേഷന് പുറത്താണ്. അതേസമയം ഈ ആഴിമലയും ചെങ്കലും ഒക്കെ കോർപ്പറേഷന് പ്ലാൻ ചെയ്യാം, അങ്ങനെ ആ പാക്കേജിൽ ഉൾപ്പെടുത്താം. അല്ല, കോർപ്പറേഷനകത്തല്ല ഇരിക്കുന്നത്. അകത്തിരിക്കുന്ന ആറ്റുകാൽ ക്ഷേത്രം, വെട്ടുകാട് പള്ളി, പത്മനാഭസ്വാമി ക്ഷേത്രം, കരിക്കകം ക്ഷേത്രം, ഇങ്ങനെ തുടങ്ങിയ തിരുവനന്തപുരത്തെ, പിന്നെ ഭീമാപള്ളി, പിന്നെ പാളയത്ത് വരുമ്പോൾ ഗണപതി കോവിലുണ്ട്, ഈസ്റ്റ് ഫോർട്ട് ഗണപതി കോവിലുണ്ട്, പാളയത്തെ ഗണപതി കോവിലും അതിൻ്റെ ഒരു പിന്നെ മുസ്ലിം പള്ളി, മോസ്കോ എല്ലാം. അങ്ങനെ ചുരുക്കത്തിൽ തിരുവനന്തപുരത്തിന്റെ സ്പിരിച്വൽ ലാൻഡാണ് തിരുവനന്തപുരം. ശരിക്കും പറയാം, തിരുവനന്തപുരം അല്ല, കേരളത്തിൽ എവിടെ എടുത്താലും ഒരു സ്പിരിച്വൽ ലാൻഡാണ്. ആദിശങ്കറിന്റെയും ഗുരുദേവന്റെയും നാടല്ലാതെ. വേണമെങ്കിൽ നമുക്കത് ശിവഗിരിയും കൂടി പ്ലാൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഒരു സ്പിരിച്വൽ ടൂറിസത്തിന്റെ സാധ്യത നോക്കുകയാണ്. അതിനകത്ത് 2-3 തരത്തിലാണ് ചിന്തിക്കേണ്ടതും. ഒന്ന്, മണ്ണന്തല ഭാഗത്തു നിന്ന് വരുന്ന MCയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കോർപ്പറേഷൻ ഏരിയയിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് പാർക്കിങ്ങും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഗൈഡും ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററും ഒക്കെ വച്ചിരുന്നാൽ അവിടെ നിന്ന് തന്നെ കൃത്യമായി വരുന്ന വാഹനം, ഇപ്പൊ സ്കൂൾ കുട്ടി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ധാരാളം വാഹനങ്ങളാണ് വടക്കുന്ന് വരുന്നത്. അവർക്ക് ആവശ്യമായ ടൂറിസ്റ്റ് ഗൈഡിനെ കൊടുക്കാൻ പറ്റും. മൾട്ടി ലാംഗ്വേജിൽ പഠിക്കും. ഇപ്പൊ സിംഗപ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലാണ്. വിവിധ ഭാഷകളുള്ള മൾട്ടി ലാംഗ്വേജിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെ കൊടുക്കാൻ പറ്റും. അവർക്ക് സ്പിരിച്വൽ ടൂറിസം നടത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി കണ്ട് തിരിച്ചു വരുന്നതിനുള്ള ഒരു സംവിധാനം. ഉള്ളൂരിന്റെ ഭാഗത്ത് നമ്മുടെ ഉള്ളൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഒരു സ്ഥലത്ത് ഇതുപോലൊരു പാർക്കിംഗ് സ്പേസും കുറച്ച് വാഹനങ്ങൾ, ഒരേ സമയം ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അവിടെ ഒരു വൈഫൈ സംവിധാനവും ഒരു ചെറിയ മ്യൂസിയം, പിന്നെ എന്താണ് ലൈബ്രറിയും, കുറച്ച് വായിക്കാനും കുറച്ചൊരു റിഫ്രഷ് ചെയ്യാനുള്ള സംവിധാനവും ഫോൺ ചെയ്യാനുള്ള സംവിധാനവും ചാർജ് ചെയ്യാനുള്ള സംവിധാനവും വാഷ്റൂം എല്ലാം അടങ്ങുന്ന സംവിധാനം ഈ 2 സ്ഥലത്ത്. അതുപോലെ നെയ്യാറ്റിങ്കര ഭാഗത്ത് നിന്ന് വരുന്നവർക്കും ഇങ്ങനെ 2-3 സ്ഥലത്തായി കഴിഞ്ഞാൽ 2-3 രീതിയിൽ ഇത് പ്ലാൻ ചെയ്യാം. ഒന്ന്, കോർപ്പറേഷൻ ഏരിയക്കകത്തുള്ള സ്പിരിച്വൽ സെന്റർ കാണുന്ന ഒരു ടൂറിസം ആലോചിക്കാം. അവർക്ക് തന്നെ മറ്റതും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം, പ്ലാനിങ്ങിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം, കന്യാകുമാരി വരെയുള്ളത്. അപ്പോൾ തിരുവനന്തപുരവും കന്യാകുമാരിയും ചേർത്തുകൊണ്ടുള്ള വലിയൊരു സ്പിരിച്വൽ ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സംവിധാനത്തിൽ. ഇനി അത് ഒരു വശത്ത്, മറുവശത്ത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി കോർപ്പറേഷന് ചില സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്. അത് രണ്ടും കൂടി വരുമ്പോൾ സ്പിരിച്വൽ ടൂറിസത്തെ വളരെ ഗൗരവമായ ഒരു വിഷയമായി കാണുന്നുണ്ട്. രണ്ടാമത് മെഡിക്കൽ ടൂറിസം. മെഡിക്കൽ ടൂറിസത്തിലെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആയുർവേദമാണ്. ഇപ്പോൾ നമ്മൾ പൂജപ്പുരയിൽ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, സിദ്ധയുണ്ട്. അങ്ങനെ ആയുർവേദയും സിദ്ധയുമായി ചേർന്നുകൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള, പിന്നെ അലോപ്പതിയും ഉണ്ട് അതിനകത്ത്, ഒരു ഹെൽത്ത് പാക്കേജ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് മാലി ദ്വീപിൽ നിന്നൊക്കെ ധാരാളം ആളുകളാണ് കിംസിലും അതുപോലെ തന്നെ SP ഫോർട്ടിലും PRSലും തുടങ്ങിയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും, അനന്തപുരിയിലും ഒക്കെ വരുന്നത്. പിന്നെ SK ഹോസ്പിറ്റലിൽ, ധാരാളം ഹോസ്പിറ്റലുകളിൽ, പിന്നെ SUTയിലും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിട്രീന, ധാരാളം ഹോസ്പിറ്റലുണ്ട് തിരുവനന്തപുരത്ത്. ആ ഹോസ്പിറ്റലുകൾ ഹാർട്ടിന്റെയും പല കാര്യങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് മാലിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവരെ അട്രാക്ട് ചെയ്യാനും അവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള കാര്യങ്ങൾ മെഡിക്കൽ ടൂറിസം ഒരു വലിയ സാധ്യതയായി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു മേഖലയായി മെഡിക്കൽ ടൂറിസം. മൂന്നാമത്തെ മേഖലയായി വളരെ കൃത്യമായി വിഴിഞ്ഞം പദ്ധതി വരുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രദേശവും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, കുറച്ചധികം പ്രോജക്റ്റുകൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷന് ചെയ്യാൻ പറ്റും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ IT പരിപാടി ഇപ്പം IT അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. എല്ലാവരും ഹോമിലിരുന്ന്, വീട്ടിലിരുന്ന് IT ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇപ്പൊ പിന്നെ ഈ അക്ഷയ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ
ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതിന്റെ സെന്ററിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആകട്ടെ, ഈ സർവീസസ് ജനങ്ങൾക്ക് കൊടുക്കുന്നതാകട്ടെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായ IT വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ IT-യെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ വലിയൊരു സാധ്യതയാണ് തിരുവനന്തപുരത്ത്. അപ്പം ഒന്നാമത്തെ മേഖല ഞാൻ പറഞ്ഞു സ്പിരിച്വൽ ടൂറിസം, രണ്ടാമത്തെ മേഖല പറഞ്ഞു ആയുർവേദവും ഹെൽത്ത് ടൂറിസം, പിന്നെ ഹെൽത്ത് ടൂറിസത്തിൽ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത് കോവളം, പിന്നെ ആക്കുളം, വേളി തുടങ്ങിയ ടൂറിസ്റ്റ് പ്ലേസുകളെ ഹെൽത്ത് സെന്ററുകളാക്കി മാറ്റാം, വെൽനസ് സെന്ററുകളാക്കി. എന്ന് പറഞ്ഞാൽ അവിടെ വരുവാനും ഇരിക്കുവാനും സഞ്ചരിക്കുവാനും കുറേ സമയം വളരെ മനോഹരമായി നല്ല ശുദ്ധവായു കൊള്ളുവാനും ഒക്കെ കഴിയുന്ന വളരെ മനോഹരമായ സെന്ററുകളാക്കി അതിനെയൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് പല സ്ഥലങ്ങളിലും പിന്നെന്താണ് ലേസർ ഷോയും പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടത്തേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും, വല്ലാതെ ആകർഷിക്കാൻ പറ്റും. ഇപ്പൊ വേളിയായാലും ആക്കുളമായാലും ഒക്കെ നാദനും നന്ദനും ഇല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിനെയൊക്കെ മനോഹരമാക്കിയിട്ടുള്ള ഹെൽത്ത് പ്ലസ് സ്പിരിച്വൽ പ്ലസ് ടൂറിസം, ഒരു ഹെറിഡിറ്ററി ടൂറിസം അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക പാരമ്പര്യ പൈതൃക ടൂറിസം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് ജനങ്ങൾക്ക് വലിയ സാധ്യതയുള്ളതാണ്. അങ്ങനെ 3-4 മേഖല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഡോർ മാതൃകയിലുള്ള ഈ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ട് കൈകൊണ്ട് വാരി അത് പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ട് വളരെ പ്രാകൃതമായ രീതിയിലാണ് ഇപ്പൊ ചെയ്തു പോകുന്നത്. അവരാരും പിരിച്ചുവിടണമെന്നല്ല, പക്ഷെ വളരെ മോഡേണൈസ് ചെയ്തിട്ടുള്ള ഇൻഡോർ മാതൃകയിലൊക്കെ ഉള്ള മാലിന്യ സംസ്കരണ സംവിധാനം തിരുവനന്തപുരത്ത് വരുന്നതിനെ കുറിച്ച് ഗൗരവമായി രാജേഷ് സംഘവും പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് 5-ാമത്തെ മേഖലയായി അത് മാറും. അതുപോലെ തന്നെ അടുത്തൊരു മേഖല വരുന്നതാണ് നായ്ക്കളെ, തെരുവ് നായ്ക്കളെ, സ്ട്രീറ്റ് ഡോഗ്സിനെ പിടിച്ചുകൊണ്ട് അതിന് ഷെൽട്ടർ തയ്യാറാക്കുന്ന പരിപാടി വരുന്നുണ്ട്. അടുത്തത് പിന്നെ വരാൻ പോകുന്ന മേജർ പ്രൊജക്റ്റ് ആയിട്ട് കാണുന്നത് അന്നം പുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അന്നം പുണ്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, പേർക്കുട ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ അതായത് SP ഫോർട്ട് ആശുപത്രി, അത് താലൂക്ക് ആശുപത്രിയിലാണ്. ഫോർട്ട് താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ മറ്റ് ചെറിയ ഹോസ്പിറ്റലുകൾ, ഈ PHC ഒഴിച്ചുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും വളരെ കൃത്യമായ എന്ത് കൊടുക്കലാണ്, ഫുഡ് 3 നേരവും ഫുഡ് സൗജന്യമായി കൊടുക്കുന്നതിനുള്ള ഒരു മെഡിക്കൽ, അത് അന്നം പുണ്യം പരിപാടി. അത് ഒരു CSR പദ്ധതിയായിട്ടാണ് ചിന്തിക്കേണ്ടതും. അപ്പൊ CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്നിപ്പോ പല സംഘടനകളും പല വീടുകളിൽ നിന്നൊക്കെ ചോറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനൊന്നും ഒരു യൂണിഫോമിറ്റി ഇല്ല, ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതെല്ലാം മതിയാക്കി ഹോസ്പിറ്റലുകൾക്ക് കൃത്യമായി അത് കൊടുക്കുന്ന ഒരു കാര്യം. അടുത്തൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പൈതൃക മ്യൂസിയത്തെ കുറിച്ചാണ്. പൈതൃക മ്യൂസിയം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു മ്യൂസിയം അല്ല. നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കാണുന്ന മറ്റേ പല സ്ഥലങ്ങളിലും അക്ഷർധാമിലൊക്കെ പോയി കാണുന്ന പോലുള്ള ഒരു മെഗാ പ്രൊജക്റ്റാണ്. അത് PPP വ്യവസ്ഥയിൽ ചെയ്യാനാണ് പറ്റുന്നത്. PPP വ്യവസ്ഥയിൽ ചെയ്താൽ അത് ചെയ്യാൻ പറ്റും. കോർപ്പറേഷൻ കുറച്ച് സ്ഥലവും ഒക്കെ കൊടുത്ത് ഒരു PPP വ്യവസ്ഥയിലേക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അത് അണ്ടർഗ്രൗണ്ടും എബോ ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. പരശുരാമൻ മഴുവെറിഞ്ഞു കേരളം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് മിത്തായിരിക്കാം, 100% മിത്തായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രം കേരളത്തിൽ ഉണ്ടല്ലോ, ഒരു സങ്കല്പമുണ്ട്. അപ്പൊ പരശുരാമൻ, പിന്നെ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഗുരുദേവൻ, തിരുനെല്ലി ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വൈകുണ്ഠസ്വാമികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ആദിശങ്കരൻ, ഇങ്ങനെ തുടങ്ങുന്നത് അതൊരു സ്ട്രീം, ആത്മീയ സ്ട്രീം. മറ്റൊരു സ്ട്രീം ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കവിത്രയങ്ങൾ, ആധുനിക കവിത്രയങ്ങളും ചെറുശ്ശേരി തുടങ്ങിയിട്ടുള്ള പഴയ കവിത്രയങ്ങളെ കുറിച്ചുള്ള എഴുത്തച്ഛൻ തുടങ്ങിയുള്ള പഴയ കവിത്രയങ്ങൾ, പിന്നെ തുടങ്ങി വന്നത് MT വാസുദേവൻ നായർ വരെയുള്ള ആളുകൾ, അങ്ങനെയുള്ള സാഹിത്യ രംഗത്തെ സംഭാവനകൾ, തകഴി തുടങ്ങിയിട്ടുള്ള പിന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, എല്ലാവരും കേരളത്തിന് സാമൂഹ്യ സംഭാവന നൽകിയിട്ടുള്ള നമ്മുടെ ഈ സംഭാവന, അതായത് സാഹിത്യ സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ തുടങ്ങി ആറാട്ടുപുഴ വേലായുധ പണിക്കർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വേലുത്തമ്പി ദളവ, അങ്ങനെയുള്ള അതുപോലെ തന്നെ ഒരുപാട് രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നു, രാജകുടുംബത്തിലെ ആളുകൾ ഭരിച്ചിരുന്നു. ആ രാജകുടുംബത്തിലെ രാജാക്കന്മാർ ആരൊക്കെയാണ്? അങ്ങനെ കേരളത്തിനെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ കേരളത്തിനെ കേരളമായി രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള പ്രധാന സംഭവങ്ങളും ലഹളകളും പ്രശ്നങ്ങളും പ്രധാന വ്യക്തിത്വങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ചുമ്മാ കണ്ടുപോകുന്ന മ്യൂസിയം അല്ല, അക്ഷർധാം മാതൃകയിലുള്ള, അക്ഷർധാം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെ വിശദമായി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അക്ഷർധാം മാതൃകയിലുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നല്ല ഫീസൊക്കെ വെച്ച് വേണം അത് ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ചരിത്ര പൈതൃക മ്യൂസിയം തിരുവനന്തപുരത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സുഗത ഇതുമായി ടീച്ചറിനെ സ്മരിച്ചുകൊണ്ട് മാത്രമേ തിരുവനന്തപുരം നഗരത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹരിതം സുഗതം ചത്വരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ക്വയറുകൾ
തയ്യാറാക്കണം. ഹരിതം സുഗതം സ്ക്വയറുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം 100 വാർഡുകളിലും കഴിയുന്നത്ര സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, പൊതുവിടങ്ങളിൽ, പൊതു റോഡുകളിൽ ഒക്കെ ഗ്രീൻ അവന്യൂസ് സൃഷ്ടിക്കുകയും അതിന് സുഗതകുമാരി ടീച്ചറിന്റെ പേരിട്ടുകൊണ്ട് ഹരിതം സുഗതം അവന്യൂസ് എന്നോ ഹരിതം സുഗതം ചത്വരങ്ങളെന്നോ സ്ക്വയറെന്നോ എന്ത് പേരിട്ടോളൂ, അത്തരത്തിലുള്ള പേരിട്ടുകൊണ്ട് സുഗതകുമാരി ടീച്ചറിനെ സ്മരിക്കുന്നതും എന്നാൽ വനം കൊണ്ടുവരുന്നതും ആയിട്ടുള്ള എവർഗ്രീൻ സിറ്റി എന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. അപ്പോൾ എവർഗ്രീൻ സിറ്റി എന്നുള്ള പേരിട്ടുകൊണ്ടുള്ള പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബസ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള 8-10 പരിപാടികൾ വളരെ കൃത്യമായി വി രാജേഷും മേയറും സംഘവും ആലോചിക്കുന്നു. പിന്നെ അഴിമതി വിരുദ്ധമായിട്ടുള്ള സ്ക്വാഡിന്റെ പരിപാടികൾ, ജനങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ കുറെ കൂടി വിരൽത്തുമ്പിൽ എത്തിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എയർപോർട്ടിലുള്ള മോഡലിൽ, എയർപോർട്ടാണ് അതിന് മാതൃകയാക്കണം, മോഡലിലുള്ള വാഷ്റൂമുകൾ വളരെ കൃത്യമായി, ഈ ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന തട്ടിപ്പാണ്, അതൊക്കെ ചുമ്മാ അതിനകത്തൊന്നും ഒരു മനുഷ്യൻ കയറുന്നില്ല. വളരെ മനോഹരമായ വാഷ്റൂമുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൂടി അവരെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പ്രൊഫഷണലായി കോർപ്പറേഷന് ചെയ്യാൻ പറ്റുമോ? ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ധാരാളം അനധികൃത കെട്ടിടം പൊളിക്കുന്നതിനുള്ള ഒരു മിഷൻ വരുന്നു എന്ന് കേൾക്കുന്നു. അതും ഈ 10-നകത്ത് വരും. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. അവർ വഴിയോരം അടച്ചിരിക്കുന്നവരുമുണ്ട്, വഴി അല്ലാതെ ശല്യമില്ലാതിരിക്കുന്നവരുമുണ്ട്. എന്തായാലും കച്ചവടക്കാരുണ്ട്. അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കുന്ന ഒറ്റ പാക്കേജിൽ, ഒരു ഡിസൈനിൽ, ഒരേ പരിപാടിയിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന പരിപാടി. ഇങ്ങനെ ഒരു 8-10 പരിപാടികളെക്കുറിച്ച് കോർപ്പറേഷൻ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ചിലത് ഞങ്ങളുടെ സംഭാവനയുമുണ്ട്. എന്തായാലും കോർപ്പറേഷൻ ഒരു 10 പരിപാടിയിലേക്ക് പോകുന്നു. ബാക്കി കുറേയധികം മറ്റ് ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊരു മെഗാ സിറ്റി ആക്കി, മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ സിറ്റി ആക്കുന്നതിനുള്ള മറ്റൊരുപാട് പരിപാടികളുണ്ട്. അത് അതിൻ്റെതായ രീതിക്ക്. പിന്നെ എല്ലാ വാർഡുകളിലും കോർപ്പറേഷൻ ഓഫീസുകൾ, വാർഡ് കൗൺസിലർക്കും ജനസേവന കേന്ദ്രവും എല്ലാം ചേരുന്ന ഓഫീസ് എല്ലാ വാർഡുകളിലും വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ മുൻഗണനകൾ എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം.